വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാമല്ലേ. വായിക്കാം, എഴുതാം. തിരിച്ചു നടക്കുമ്പോൾ കിഴക്കൻ മലനിരകൾ മഞ്ഞുമൂടി കിടക്കുന്നു. ഒരു ഹിമാലയൻ ദൃശ്യം പോലെ നടന്ന് പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു. സൂര്യൻ താഴുന്നു. അതിശയകരമായ കാഴ്ചയായിരുന്നു ആകാശത്ത്. മുമ്പ് കണ്ട മേഘങ്ങൾ ഒരുപാട് താഴെയായിരുന്നു. വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർവർണ്ണമായിരിക്കുന്നു. സൂര്യന്റെ അവസാന രശ്മികൾ അവയ്ക്കിടയിൽ പതുങ്ങിയിരിക്കുന്നു. കായലോളങ്ങൾ പോലെ വയലിൽ കാറ്റടിച്ചപ്പോൾ അലകൾ. മാനത്ത് ചന്ദ്രൻ. വെള്ളത്തിൽ മുഖം നോക്കുന്ന ചന്ദ്രൻ ചിലപ്പോൾ സ്വസ്ഥമായി നിന്നു. വയലിലെ അലകൾക്കിടയിലൂടെ ദൂരെ പച്ച പിടിച്ച ഇടങ്ങൾ, വെളുത്ത പൂവുകൾ. സന്ധ്യാകാശത്ത് ചന്ദ്രൻ. വയൽ വെള്ളത്തിന് തിളക്കം. മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ? ഒരു പ്രഭാത ദൃശ്യം, ഒരു ഹിമാലയൻ ദൃശ്യം, ഒരു അതിശയ ദൃശ്യം, ഒരു സന്ധ്യാദൃശ്യം. ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലോ. ഇവിടെ നോക്കൂ, തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലനിരകൾ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഒരു ഹിമാലയൻ ദൃശ്യം പോലെ. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതെ, ഒരു ഹിമാലയൻ ദൃശ്യം അല്ലേ, ഒരു ഹിമാലയം ദൃശ്യം. ഓക്കെ, ഒരു ഹിമാലയം ദൃശ്യമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളിൽ തെറ്റായ ജോഡി ഏത്? സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു, വെളുപ്പ് നിറം കാർമേഘവർണം, വയലിൽ കാറ്റടിച്ചു, കായലോളങ്ങൾ പോലെ അലകൾ, വെളുത്ത പൂവുകൾ, സൂര്യന്റെ അവസാന രശ്മികൾ. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? വെളുത്ത പൂവുകൾ, സൂര്യന്റെ അവസാന രശ്മികൾ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർവർണ്ണമായിരിക്കുന്നു. പ്രസ്താവനയോട് യോജിക്കുന്നത് എന്ത്? നേരം വൈകുന്നു, നേരം സന്ധ്യയോടെടുക്കുന്നു, നേരം പുലരുന്നു, നേരം നിറം മാറുന്നു. അപ്പോൾ വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർവർണ്ണമായിരിക്കുന്നത് കൊണ്ട് യോജിക്കുന്നത് എന്താണ് ഇതിൽ? ആ നേരം സന്ധ്യയോടടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നേരം സന്ധ്യയോടടുക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ദെൻ വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത് എപ്പോൾ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ, സൂര്യൻ താഴുമ്പോൾ, മേഘം കാർവർണ്ണമായപ്പോൾ, മലകൾ മഞ്ഞു മൂടി കിടക്കുമ്പോൾ. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത് എപ്പോഴാണ്? നമുക്കറിയാം, ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ, നോക്കൂ. സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു, വയൽ വെള്ളത്തിന് തിളക്കം ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ കൂട്ടുകാരെ. വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത് എപ്പോഴാണ്? സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഒരു വിവരണമാണ്. ഉത്സവങ്ങൾ പരിചയമില്ലേ? നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിവരണം തയ്യാറാക്കാം. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർ കണ്ടൊരു ഉത്സവത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? വിവരണം തയ്യാറാക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് നെന്മാറ വലങ്ങിവേലയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തനത് ഉത്സവങ്ങളിൽ ഏറ്റവും വർണ്ണാഭമായ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ വലങ്ങിവേല. വർണ്ണങ്ങളുടെയും വെളിച്ചത്തിൻ്റെയും ആരവങ്ങളുടെയും ഒരു മഹാമേള. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അച്ഛനും ഏട്ടനുമൊത്ത് ആദ്യമായി നെന്മാറ വേല കാണാൻ പോയ അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. നെന്മാറ വേലയുടെ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. വഴിനീളെ വേല പോകുന്ന ആളുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുന്നിലെ വിശാലമായ പറമ്പിൽ വേല കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. വൈകിട്ടോടെ വേലയുടെ ആരവങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. വേലയുടെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിലൊന്ന് അണിഞ്ഞൊരുങ്ങിയ ആനകളുടെ ഘോഷയാത്രയാണ്. പഞ്ചവാദ്യത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് തുടങ്ങി. വർണ്ണക്കുടകളും വെഞ്ചാരം ഏന്തി പഞ്ചവാദ്യത്തിൻ്റെ താളത്തിനൊത്ത് ആനകൾ ചുവടുവെച്ചപ്പോൾ ആവേശം അലതല്ലി. എഴുന്നള്ളത്തിന് ശേഷമാണ് കാളകളുടെ വേല. അലങ്കരിച്ച കാളകളുടെ ഓട്ടവും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആർപ്പുവിളികളും കാണികളിൽ ആവേശം നിറച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടൊരു ഉത്സവത്തെക്കുറിച്ച് ഇതുപോലൊരു വിവരണം തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും എന്ന പഴഞ്ചൊല്ലിൻ്റെ ശരിയായ ആശയമാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ അതിൻ്റെ ഫലം ഭക്ഷണത്തിൽ പ്രതിഫലിക്കും. ഇതിന് രണ്ടെന്താ പഠിച്ചിട്ടുള്ളത്? പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാതിരുന്നാൽ മാർക്ക് കുറയും. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 1ഉം 2ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. അപ്പോൾ പദച്ചേരുവകൾ ശരിയല്ലാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 1ഉം 2ഉം ശരി എന്നുള്ളതാണല്ലേ. ഓക്കെ, നോക്കൂ. കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ അതിൻ്റെ ഫലം ഭക്ഷണത്തിൽ പ്രതിഫലിക്കും. അതായത് ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും എന്ന അതേ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാതിരുന്നാൽ മാർക്ക് കുറയും. ഇത് സെയിം മീനിങ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. അതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പദച്ചേരുവകൾ ശരിയല്ലാത്തത് ഏതെന്നാണ്. ശ്രദ്ധിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചു ഇരുന്നില്ല.
എണ്ണി തിട്ടപ്പെടുത്തി. കൃത്യമായിരുന്നില്ല, കൃത്യം ആയിരുന്നില്ല. വെയിലിലുമിട്ട്, വെയിലിലും ഇട്ട്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ വരുന്നത്. ശ്രദ്ധിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചു ഇരുന്നില്ല. അത് എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? ശ്രദ്ധിച്ച് ഇരുന്നില്ല എന്നാണല്ലേ. ശ്രദ്ധിച്ച് അധികം ഇരുന്നില്ല. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഭിമുഖ ചോദ്യാവലിയാണ്. സ്കൂളിലെ വിത്തുമേളയോടനുബന്ധിച്ച് പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനം ചെയ്യാനായി കൃഷി ഓഫീസർ എത്തുന്നു. പുതിയ വിത്തിനങ്ങൾ, വളങ്ങൾ, പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം അല്ലേ. അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു 5 ചോദ്യമെങ്കിലും വേണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 5 6 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യങ്ങൾ എഴുതാം. ഇപ്പോൾ ലഭ്യമായ പുതിയ ഇനം പ്രധാന പച്ചക്കറി വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കാമല്ലേ. അതുപോലെ സ്കൂളുകളിൽ നടക്കുന്ന വിത്തുമേളയ്ക്കും പച്ചക്കറിത്തോട്ട ഉദ്ഘാടനത്തിനും താങ്കൾ കാണുന്ന പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കാൻ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന കൃഷി പരിപാലന രീതികൾ ഏതൊക്കെയാണ്? സ്കൂൾ തോട്ടത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ വളങ്ങൾ ഏതൊക്കെയാണ്? കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ സ്വീകരിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾക്ക് വരും തലമുറയ്ക്കായി താങ്കൾക്ക് നൽകാൻ കഴിയുന്ന കൃഷിയെക്കുറിച്ചുള്ള സന്ദേശം എന്താണ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൽ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. പഠിക്കുവാൻ ഏറെയുണ്ട് പ്രകൃതിയിൽ നിന്ന്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നത്. അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വിദ്യാലയം എന്ന കവിത എന്നുള്ള വരികളാണല്ലേ കൂട്ടുകാരെ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം എന്താണ് കവിതയിലൂടെ പറയുന്നത്? തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൽ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. വിദ്യാലയത്തെക്കുറിച്ചാണല്ലോ ഇവിടെ. എന്താണ്? പഠനത്തിനും നമുക്കറിയാം പുസ്തകങ്ങളും അധ്യാപകരും ആവശ്യമാണ്. എന്നാൽ എന്താണ്? അറിവിൻ്റെ വലിയ ഉറവിടം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടും തന്നെയാണ് അല്ലേ. നമ്മുടെ പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വെറുമൊരു വിദ്യാലയത്തിൻ്റെ ഉള്ളിലുള്ള വിദ്യാഭ്യാസം മാത്രമല്ല നമ്മളുടെ അറിവെന്ന് പറയുന്നത്. നമ്മുടെ അറിവ് എങ്ങനെയാണ്? അത് നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അതായത് പക്ഷികളുടെ കൂട്ടായ്മ, കാലാവസ്ഥയുടെ മാറ്റം എന്നിവ പ്രകൃതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ കുടുംബം, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ഗ്രാമം, നഗരം എന്നിവയിൽ നിന്ന് ജീവിത മൂല്യങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് പഠിക്കാവുന്നതാണ്. അതായത് പഠനം എന്താണ്? വെറും ഒരു സ്കൂളിൽ നിന്ന്, അതായത് വിദ്യാലയത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നല്ല അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കുമ്പോഴാണ് അത് വിജ്ഞാനം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. പ്രകൃതിയും ചുറ്റുപാടുകളും നമ്മെ കൂടുതൽ പഠിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. താരതമ്യക്കുറിപ്പ്. ആര് നോക്കാനാ? വിറ്റേക്ക്. കുറേ വയലും പറമ്പും. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. മകൻ. ആരെങ്കിലും എവിടെയെങ്കിലും നട്ടു നനച്ചതേ പണം കൊടുത്താലും വാങ്ങാനാവും. മോൻ അത് ഓർക്കണം. അച്ഛൻ. രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. ഒന്നാമത്തെ മകൻ എന്താ കൂട്ടുകാരെ ഇവിടെ പറയും നോക്കൂ. ആര് നോക്കാനാ? വിറ്റേക്ക്. കുറേ വയലും പറമ്പും. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. മകൻ എന്താ പറയുന്നത്? വയലും പറമ്പൊക്കെ വിൽക്കാനാണല്ലേ പറയുന്നത്. അതായത് കൃഷിയോട് താല്പര്യമില്ല മകനെ. എന്താണ്? കൃഷി നഷ്ടമാണെന്നാണ് അവൻ്റെ അഭിപ്രായം അല്ലേ. അതായത് കാശ് കൊടുത്താൽ നമുക്ക് എല്ലാം കിട്ടും, പിന്നെ എങ്ങനെ ലാഭമില്ലാതെ എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നതാണ് അവൻ ചോദിക്കുന്നത് അല്ലേ. അപ്പം അച്ഛൻ എന്താണ് പറയുന്നത്? ആരെങ്കിലും എവിടെയെങ്കിലും നട്ടു നനച്ചതേ പണം കൊടുത്താലും വാങ്ങാനാവും. മോൻ അത് ഓർക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്? നമുക്കറിയാം നമ്മൾ ഇന്ന് എന്താണ് അന്യ സംസ്ഥാനങ്ങളെയാണല്ലേ പച്ചക്കറിക്കും പഴങ്ങൾക്കും എല്ലാം വേണ്ടി ആശ്രയിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും നട്ടു നനച്ചെങ്കിലും നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ആരെങ്കിലും എവിടെയെങ്കിലും നട്ട് നനച്ചത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് വല്ല കാര്യങ്ങളുമുണ്ടോ? ഇല്ല അല്ലേ. അതായത് മകൻ ഭൂമിയെയും കൃഷിയെയും എന്താണ് ഇവിടെ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അച്ഛൻ പ്രകൃതിയുടെ പ്രാധാന്യവും ഭൂമിയുടെ വിലയും തിരിച്ചറിയുന്നുണ്ട്. മകൻ ഭൂമിയുടെ മൂല്യം തിരിച്ചറിയുന്നില്ല. പണം കൊണ്ട് എല്ലാം നേടാമെന്നാണ് മകൻ കരുതുന്നത്. എന്നാൽ അച്ഛൻ യഥാർത്ഥത്തിൽ ഭൂമിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൃഷിയുടെയും പ്രകൃതിയുടെയും ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മകൻ്റെ അഭിപ്രായം തെറ്റായ സമീപനമാണ്. എന്നാൽ അച്ഛൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? യുക്തിപരമാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
തയ്യാറാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആസ്വാദന കുറിപ്പാണ് അല്ലേ. ഞങ്ങളുടെ മുത്തശ്ശി എന്നൊരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചു നോക്കുക. വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണല്ലേ. എന്താണ് കൂട്ടുകാരെ, അപ്പോൾ ഒരു ആസ്വാദന കുറിപ്പാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? കവിയെ പരാമർശിക്കണം, അതുപോലെ തന്നെ കവിതയുടെ ആശയം, ഇതുപോലെ ഇഷ്ടപ്പെട്ട വരി, ഇഷ്ടപ്പെടാനുള്ള കാരണം, അതുപോലെ വരികളുടെ താളഭംഗി, ഇവയൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കവിത നോക്കൂ. വയലാർ രാമവർമ്മ രചിച്ച ഞങ്ങളുടെ മുത്തശ്ശി എന്ന കവിതയിൽ എന്താ പറയുന്നത്? കർഷകരുടെ മഹത്വത്തെക്കുറിച്ചാണല്ലേ പറയുന്നത്. കർഷകർ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം. ഈ കവിതയിൽ കരിമലയന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയിൽ പണിയെടുക്കുന്ന കർഷകരെയാണ്. അതായത് ഈ കർഷകരുടെ ത്യാഗമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. ഇത്തിരി മണ്ണിൽ താനെ കിളിച്ചു വിയർത്തൊരു പിത്തുപാകുമ്പോൾ പേർത്തു മത്തണം നനയ്ക്കുമ്പോൾ പച്ചയാം രക്തം മുറ്റിപ്പടരും ദളച്ചാർത്തിൽ പറ്റിയ പുഴുക്കളെ പിടിച്ചു കളയുമ്പോൾ കടിഞ്ഞിൽ പൂവും കായും കാണുമ്പോഴീ നമ്മൾക്കു കരളിൽ തുടിക്കുന്നീരെന്തൊരഭിമാനം. പണ്ടു തൊട്ടെന്നോളവിമി മലനാട്ടിൻ കുന്നിൽ പള്ളയും കൊടും വെട്ടി നിരത്തി തണ്ണീർ തേവി വയലും തോപ്പും കയ്പും തോട്ടവും വിരിയിച്ച വലിയോർകളാം വീരപൂർവികരുടെ രക്തം ഉണരുന്നുണ്ടല്ലോ വീണ്ടും നമ്മളിൽ അന്നേരം നാം മണയുന്നല്ലോ തീരെ നമ്മൾ തൻ തറവാട്ടിൽ. വൈലോപ്പിള്ളിയുടെ കയ്പ് വലിയ കവിതയുടെ ഭാഗങ്ങളാണല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയ്ക്ക് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് ഒന്നുകിൽ നമ്മൾ മുകളിൽ വായിച്ച കവിതയ്ക്ക് അല്ലെങ്കിൽ രണ്ടാമത് വായിച്ച കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. മലയാളികളുടെ ജീവിതവുമായിട്ടല്ലേ. അതായത് ഇവിടെ നോക്കൂ, കൃഷിയെ കുറിച്ചിട്ടാണ് ഈ കൈലോപ്പിള്ളിയുടെ ഈ കയ്പവല്ലരി എന്ന കവിതയിലും പറയുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറിപ്പാണ്. കൃഷിയും കാർഷിക പാരമ്പര്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. പാഠഭാഗങ്ങളിൽ നിന്ന് നേടിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് മലയാളികളുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു കുറിപ്പാണ്. അതായത് നമുക്കറിയാം എന്താണ് നമ്മുടെ കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണല്ലേ. നമുക്കറിയാം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? കൃഷിയാണല്ലേ. നാം കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന വീട് എന്താണ്? ഇവയെല്ലാം കൃഷിയുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ എന്താണ്? കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മുടെ നാടൻ പാട്ടുകളും കലാരൂപങ്ങളും കൃഷിയുടെ വൈവിധ്യമാർന്ന മുഖങ്ങൾ വരച്ചു കാണിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ്? കൃഷി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടല്ലോ. അതായത് നെൽവയലുകൾ നികത്തപ്പെടുന്നു, കൃഷിഭൂമി വിൽപ്പനയ്ക്ക് വെക്കപ്പെടുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്താണ്? അന്ന് കൃഷി കുറഞ്ഞു വരികയാണല്ലേ. കൃഷിയെ ഒരു സംസ്കാരമായി കാണുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ എന്താണ്? നെൽവയലുകളൊക്കെ നമ്മൾ നികത്തുകയാണല്ലേ. നമ്മുടെ വീട്ടുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ തോട്ടങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? കൃഷിയെ ഒരു സംസ്കാരമായി കാണുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യാം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായി നമുക്ക് കൃഷിയെ സംരക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ഭാവിയെയും സംരക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.